ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശാകുന്തളം എന്ന് പറയുന്ന തെലുങ്ക് മൂവിയാണ്. പുരാണ കഥകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റോറിയും ഇതിന്റെ കാര്യങ്ങളും ഒട്ടുമിക്ക മലയാളികൾക്കും അറിയായിരിക്കും. എന്നാൽ ഇത് മൂവിയിലേക്ക് വന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ഇതിനുണ്ടായെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കാണിക്കുന്നു. അവിടെ കൂടി ഒരുപാട് പക്ഷികൾ പറക്കുന്നുണ്ട്. അതിലൊരു പക്ഷി ഒരു കുഞ്ഞി കുട്ടീനെ തൂക്കിയെടുത്തോട് വന്ന് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു. ഈ സ്ഥലത്തിനെ പറ്റി നോക്കുവാണെങ്കിൽ മനുഷ്യനെന്നോ ജീവികളോ എന്നൊന്നും ഇല്ല. എല്ലാവരും ഒത്തൊരുമയോട് കൂടി അതിൽ ഈക്വലായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ഇപ്പൊ കുട്ടീനെ അവിടെ വെച്ചിട്ട് പോയോണ്ട് തന്നെ കുറച്ചേരം കഴിയുമ്പോഴേക്കും കുട്ടിയാണെങ്കിൽ അവിടെ കിടന്ന് കരയാൻ തുടങ്ങുന്നു. അങ്ങനെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ടവര് ഈ കാര്യം അവിടുത്തെ കൻവർ മുനിയോട് പറയുവാണ്. അങ്ങനെ ഇപ്പൊ ആ മുനി വന്ന് ആ കുട്ടീനെ എടുക്കുന്നു. ഈ സമയം ബാക്കിയുള്ളവർ ഈ കുട്ടി എവിടുന്ന് വന്നു, ഈ കുട്ടി ആരാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ കൻവർ മുനി അവരോടായിട്ട് ഒരു കഥ പറയുവാണ്. വിശ്വാമിത്രൻ ഒരു തപസ്സിരിക്കുന്നു. വലിയൊരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു അയാളെ തപസ്സിരുന്നത്. എന്നാൽ അയാളുടെ തപസ് കുളിക്കാൻ വേണ്ടി ഇന്ദ്രൻ മേനക എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ലേഡീനെ വിശ്വാമിത്രന്റെ അടുത്തേക്ക് അയക്കുവാണ്. അങ്ങനെ മേനക അയാളുടെ അടുത്തേക്ക് എത്തിയതും അദ്ദേഹം അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങുന്നു. അങ്ങനെ തപസ്സെല്ലാം വെടിഞ്ഞ് അദ്ദേഹം അവളുമായിട്ട് ഒന്നിക്കുവാണ്. അങ്ങനെ അതിൽ അവർക്ക് ഒരു പെൺകുഞ്ഞുണ്ടാവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തന്റെ തപസ് പൊളിക്കാൻ വേണ്ടി ഇന്ദ്രൻ പറഞ്ഞയച്ചതാണ് മേനകനെ എന്ന് വിശ്വാമിത്രൻ അറിയുന്നത്. അങ്ങനെ ദേഷ്യം കൊണ്ട് അയാള് അവളെ ഒഴിവാക്കുന്നു. ഇതേസമയം വന്ന ദൗത്യം പൂർത്തിയാക്കിയോണ്ട് തന്നെ മേനകനെ ഇന്ദ്രൻ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു. ഈ സമയം ആ കുഞ്ഞിനെ മേനക പക്ഷിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. അങ്ങനെയാണ് ആ പക്ഷി ഈ സ്ഥലത്ത് കൊണ്ടേ ആ കുഞ്ഞിനെ വെച്ചിട്ട് പോയത്. അങ്ങനെ ഇപ്പൊ കൻവർ മുനി ഈ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇനി ഈ പെൺകുഞ്ഞിനെ ഞാൻ നോക്കി വളർത്തുമെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോകുന്നു. അതുപോലെ അദ്ദേഹം ആ കുഞ്ഞിന് ശകുന്തള എന്ന് പേര് വിടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ അവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. ഇപ്പൊ അവിടെ അടുത്തുള്ള വലിയൊരു സ്ഥലത്തിന്റെ രാജാവിനെയാണ് കാണിക്കുന്നത്, ദുഷ്യന്ത രാജാവ്. അതേപോലെ വേട്ടയാടാൻ വേണ്ടി മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിലെ അവിടേക്ക് എത്തുവാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഒരു കടുവ ഒരു മാനിന്റെ അടുത്തേക്ക് ചെല്ലുന്ന കാഴ്ച അദ്ദേഹം കാണുന്നു. ആ മാനിനെ ആ കടുവ തിന്നാൻ പോവാന്നും വിചാരിച്ച് ആ കടുവയ്ക്ക് നേരെ അമ്പ ചെയ്യാൻ വേണ്ടി അദ്ദേഹം തുടങ്ങുന്നു. ഈ സമയം ഇത് കണ്ടുകൊണ്ട് വരുന്ന കുറച്ച് മുനിമാര് അദ്ദേഹത്തിനോട് പറയുവാണ്, ഇത് അങ്ങ് വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല. കാട്ടുമൃഗങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കുന്ന നാടാണിത്. സോ ആ കടുവ ആ മാനിനെ ആക്രമിക്കാൻ ചെല്ലുന്നതല്ല. അങ്ങനെ ആ മുനിമാര് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടതും ദുഷ്യന്തൻ ആകെ ആശ്ചര്യപ്പെടുന്നു. അങ്ങേക്ക് ഇത് വിശ്വാസമായില്ലെങ്കിൽ ഇവിടെ അടുത്തൊരു യാഗം നടപ്പുണ്ട്, അങ്ങോട്ടേക്ക് വന്ന് നോക്കാന്നും പറഞ്ഞ് ആ മുനിമാരാണെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുന്നു. അങ്ങനെ ഇപ്പൊ അദ്ദേഹം അവരോട് പോവാണ്. അങ്ങനെ ആ യാഗത്തിലെത്തുന്ന അദ്ദേഹം കാണുന്നത് മനുഷ്യരെ പോലെ തന്നെ ആ യാഗത്തില് മൃഗങ്ങളും പങ്കെടുക്കുന്നതാണ്, അതും വളരെ ഒത്തൊരുമയോടുകൂടി. ഈ സമയം യാഗത്തിന് വന്ന കുറച്ച് തോഴിമാര് ശകുന്തളാദേവി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം നമ്മുടെ നായകനാണെങ്കിൽ, അതായത് ദുഷ്യന്തനാണെങ്കിൽ ശകുന്തളയോ അതാരാണെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുവാണ്. ഈ സമയത്താണ് നമ്മുടെ നായികന്റെ എൻട്രി. കുറെ പൂമ്പാറ്റകളുടെ ഇടയില് നമ്മുടെ നായിക, അതായത് നമ്മുടെ ശകുന്തള. അങ്ങനെ ഇപ്പൊ അവളെ കണ്ടപ്പോ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ നമ്മുടെ നായകൻ മയങ്ങുവാണ്. നായകൻ അവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇപ്പൊ നായകൻ അവളെ നോക്കി നിൽക്കുവാണ്. ഇത് ശകുന്തളയും കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഒരു ആനയ്ക്ക് മതം പൊട്ടി അതോടെ വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ സമയം നമ്മുടെ നായകൻ അവിടേക്ക് ചെന്ന് ആ ആനയായിട്ട് മല്ലിട്ട് അതിനെ തളയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ ദുഷ്യന്തൻ ഇത്രയും വലിയൊരു ഹെൽപ്പ് ആ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീരത്വം എല്ലാം കണ്ട് ആ നാടും ആ നാട്ടുകാരും അദ്ദേഹത്തിനെ വന്ദിക്കുന്നു. അങ്ങനെ ആ ഗ്രാമം ഈ രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ദുഷ്ടന്മാര് ശ്രമിക്കുന്നത്. അങ്ങനെ അവരതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയെന്ന് ഈ സമയം നാട്ടുകാർ അറിയുന്നു. അങ്ങനെ അവരാകെ ഭീതിയിലിരിക്കുന്ന സമയത്ത് കറന്റ് അവിടെയുള്ള ദുഷ്യന്ത മഹാരാജാവ് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദുഷ്ടന്മാര് നാട് പിടിച്ചെടുക്കാൻ വേണ്ടി അവിടേക്ക് വരുന്ന സമയം ദുഷ്യന്തനും ആ നാട്ടുകാരുടെ കൂടെ നിന്ന് ആ ദുഷ്ടന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ആ ദുഷ്ടന്മാരിൽ നിന്ന് ആ നാടിനെ ദുഷ്യന്തൻ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഇത്രയധികം കൂടുതൽ സഹായങ്ങൾ ദുഷ്യന്തൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ നാടും നാട്ടുകാരും ദുഷ്യന്തനോട് റിക്വസ്റ്റ് ചെയ്യുന്നു കുറച്ചു നാളും കൂടി ഇവിടെ തന്നെ തങ്ങണമെന്ന്. കാരണം നാട് ആക്രമിക്കാൻ വേണ്ടി വരുന്ന പട വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇനിയും പൊരുതി നിൽക്കണമെങ്കിൽ ഇതുപോലൊരു വീരം കൂടെ വേണം. അങ്ങനെ ആ നാട് മുഴുവൻ ഈ രീതിക്ക് അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നായകന്റെ വീരത്വം എല്ലാം കണ്ട് അവനിലും നമ്മുടെ ശകുന്തളയ്ക്ക് ഒരു ആരാധന തോന്നി തുടങ്ങുവാണ്. അങ്ങനെ ശകുന്തള ദുഷ്യന്തനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയം അവിടേക്ക് തോഴികൾ വന്ന് കുമാരിന്റെ മനസ്സിൽ എന്താണ് എന്തോ വലിയ ആലോചനയിലാണല്ലോ, മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഈ താമരയിലെ ഇലയിൽ എഴുതാൻ പറഞ്ഞ് അവരൊരില കൊടുക്കുന്നു. അപ്പൊ നായിക അതില് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എഴുതുവാണ്, അതായത് നായകനെ പറ്റി എഴുതുവാണ്. ഈ സമയം കാറ്റ് പിടിച്ച അയല അവിടുന്ന് പറന്നു പോകുന്നു. അത് നമ്മുടെ നായകനെ കിട്ടുന്നു. അങ്ങനെ ഇപ്പൊ ഇത് ശകുന്തള എഴുതിയതാണെന്ന് മനസ്സിലാക്കിയതും നമ്മുടെ നായകനെ അയല കൊണ്ട് നേരെ ശകുന്തളന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നായിക എഴുതിയ കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടമായ അദ്ദേഹം നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയതുപോലെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന അവര് അങ്ങനെ പ്രണയിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അവര് തമ്മിൽ കൂടുതൽ എടുക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് അവരൊരു തീരുമാനം എടുക്കുവാണ് എത്രയും വേഗം കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ആ കാടിനെയും അവിടെയുള്ള മൃഗങ്ങളെ സാക്ഷിയാക്കി ശകുന്തളനെ ദുഷ്യന്തൻ കല്യാണം കഴിക്കുന്നു. ശേഷം അവർ ഫിസിക്കലി ഒന്നിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം അവളെ വളർത്തച്ഛനായ കൻവർ മുനിയോട് പറയുന്നു. കല്യാണം കഴിച്ച കാര്യം മാത്രമല്ല അവരൊന്നായിരുന്ന കാര്യങ്ങളും അവര് പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാം തുറന്നു പറയുന്നു. ദുഷ്യന്തൻ നാട്ടിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ കൊട്ടാരത്തിൽ അറിയിച്ച് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് ശകുന്തളനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതാണ് അദ്ദേഹം
പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും ശകുന്തള പറയുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദുഷ്യന്തൻ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. നാട്ടിൽ പോയി ഈ കാര്യങ്ങളെല്ലാം അറിയിച്ച് പറഞ്ഞ പോലെ എല്ലാവരെയും കൂട്ടി മുറ പോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ശകുന്തളനെ കൂട്ടിക്കൊണ്ട് പോകാൻ വരാമെന്നും പറഞ്ഞ് ആ ഒരു രീതിക്കാണ് ദുഷ്യന്തൻ പോകുന്നതിന് മുമ്പായിട്ട് ശകുന്തളന്റെ കയ്യില് തന്റെ സ്നേഹത്തിന്റെ പര്യായമായി അദ്ദേഹത്തിന്റെ മന്ത്രമോതിരം ഊരിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദുഷ്യന്തൻ അവിടെ വിട്ടുപോയി. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ശകുന്തള അദ്ദേഹം തിരിച്ചു വരുന്നതും കാത്ത് അവിടെ അങ്ങനെ കഴിയുവാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് ശകുന്തള പ്രഗ്നന്റ് ആവുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ഇവരുടെ ഗ്രാമത്തിലേക്ക് ദുർവാസാബ് എന്ന് പറയുന്ന ഒരു മഹർഷി വരുവാണ്. ഇദ്ദേഹം വലിയ ദേഷ്യക്കാരനായിരുന്നു. ശിവന്റെ കോപം അതേപോലെ കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഇയാള്. അദ്ദേഹം എങ്ങനെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കോപം വന്ന് അവരെ ശപിക്കും. ഭയങ്കര ശക്തിയുള്ളതാണ് അദ്ദേഹത്തിന്റെ ശാപം. അങ്ങനെ ഇപ്പൊ അതേപോലുള്ള ഈ വ്യക്തി കൻവർ മുനിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് എത്തുവാണ്. ഈ സമയം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. പകരം നമ്മുടെ നായികയാണെങ്കിൽ തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ദുഷ്യന്തന ആൾക്കാരെ കൊണ്ട് വരുന്നത് മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ദുർവാസാബ് മഹർഷി വന്നതൊന്നും അവൾ അറിയുന്നില്ല. അങ്ങനെ ഇപ്പൊ അദ്ദേഹം അവിടേക്ക് എത്തിയിട്ട് കൻവർ മുനി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഈ ചിന്തയിലായോണ്ട് തന്നെ അയാൾ ചോദിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവൾ മിണ്ടാതെ നിൽക്കുന്ന സമയം ഇതിൽ ദേഷ്യം വരുന്ന മഹർഷി നീ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകുമെന്നും പറഞ്ഞ് അവളെ ശപിക്കുന്നു. എന്നാൽ അയാൾ ഇങ്ങനെ ശപിക്കുന്നത് പോലും ചിന്തകളെ മുഴുകി നിൽക്കുന്ന നമ്മുടെ ശകുന്തള അറിയുന്നില്ല. എന്നാൽ അദ്ദേഹം ഈ ശാപം കൊടുത്തത് ഇതേ സമയം അവിടേക്ക് വരുന്ന ശകുന്തളന്റെ 2 തോഴിമാർ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ മഹർഷി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് അവര് കാലി പിടിച്ച് പറയുവാണ്, ദേവി ഇതാ ശാപം തിരിച്ചെടുക്കണം. കുമാരി ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവളുടെ ഭർത്താവായ ദുഷ്യന്ത മഹാരാജാവ് വരുന്നതും കാത്തിരിക്കുവാണ് അവള്. ഈ ഒരു കാര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ് അവൾക്ക് ആ തെറ്റ്. സോ ഈ ഒരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കുന്നത് ശരിയല്ല, അതും അവളുടെ ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ തോഴിമാര് കാലി പിടിച്ച് ഇത്ര റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുവാണ് താൻ കൊടുത്ത ശാപം തനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാം. അവരുടെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തിങ്സ് അവളുടെ ഭർത്താവായ ദുഷ്യന്തൻ കണ്ട അയാൾക്ക് അവളെ ഓർമ്മ വന്നോളൂന്ന്. അങ്ങനെ ഇതും പറഞ്ഞു കൊടുത്ത് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടയ അടുത്ത സീനില് തോഴിമാരോടൊപ്പം ഇരിക്കുന്ന ശകുന്തളനെയാണ് കാണിക്കുന്നത്. മഹർഷി ശാപം കൊടുത്ത കാര്യമെങ്ങാനും നമ്മുടെ ശകുന്തള അറിഞ്ഞ് അവൾ ഒരുപാട് സങ്കടപ്പെടും. പ്രഗ്നന്റ് ആയിരിക്കുന്ന അവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് തോഴിമാരത് അവളോട് പറയുന്നില്ല. ദുഷ്യന്തൻ നാട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ കുറെ മാസങ്ങളായി. ഇതുവരെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. മാത്രമല്ല ശകുന്തള ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലോ. ആ കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടുമില്ല. ഇനി ഇത് അദ്ദേഹത്തിന് അറിയിക്കാതെ വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി അദ്ദേഹത്തിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ച് നമ്മുടെ നായിക ഇപ്പം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് യാത്രയാവാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി അവളെ യാത്ര അയക്കുവാണ്. അവള് പോകാൻ തുടങ്ങുന്ന സമയത്ത് ആ മഹർഷി കൊടുത്ത ശാപം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ തോഴിമാര് അവളോട് പ്രത്യേകം പറയുന്നുണ്ട് കയ്യിലുള്ള ആ മന്ത്രമോതിരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന്. കാരണം അവർക്കറിയാം ആ മഹർഷി പറഞ്ഞ പോലെ അവര് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തെ അവരുടെ പ്രണയം സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു അവളുടെ കയ്യിലുണ്ടെങ്കിലല്ലേ അത് കണ്ടാലല്ലേ ഇവളെ ദുഷ്യന്തനെ ഓർമ്മ വരുള്ളൂ. സോ ഈ മോതിരം കാണിച്ച അദ്ദേഹം ഇവളെ മനസ്സിലാക്കും, ഇവളെ സ്വീകരിക്കും. അങ്ങനെ ദുഷ്യന്തന്റെ നാട്ടിലേക്ക് ശകുന്തള അവളുടെ ആൾക്കാരോടൊപ്പം അങ്ങനെ യാത്രയാവുന്നു. അങ്ങനെ ആ നാടെത്തുമ്പോ ആ നാട് കാണുമ്പോ ശകുന്തള ശരിക്കും മനസ്തംഭിച്ചു പോകുന്നു. അത് അത്ര വലിയൊരു നാടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ എത്തി ശകുന്തള ദുഷ്യന്തനെ കാണുവാണ്. അങ്ങനെ തന്റെ ഭർത്താവിനെ കാണുന്ന സമയത്ത് ശകുന്തള ഒരുപാട് സന്തോഷിക്കുന്നു. എന്നാൽ ശകുന്തളനെ കണ്ടതും നീ ആരാണെന്നാണ് ദുഷ്യന്തൻ ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം കേട്ട് അവൾ ആകെ ഞെട്ടുന്നു. മഹർഷി അന്ന് ഇവൾക്ക് കൊടുത്ത ശാപം കൊണ്ട് ദുഷ്യന്തനാണെങ്കിൽ ഇവളെ മറന്നിരുന്നല്ലോ എന്നീ കാര്യങ്ങളൊന്നും നായികയ്ക്ക് അറിയില്ലാത്തതുകൊണ്ട് അവൾ ആകെ ഷോക്കായി പോയി. എന്നാൽ ഇപ്പൊ അദ്ദേഹത്തിനോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇന്നപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നുവെന്നും അവിടെ വന്ന് കുറച്ച് നാളെ താമസിച്ച സമയത്ത് താനുമായിട്ട് പ്രണയത്തിലായി. അങ്ങനെ ഒരു വിവാഹം ചെയ്തു. ഇപ്പൊ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അങ്ങയുടേതാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ വിശദീകരിക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ദുഷ്യന്തൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പാവം നമ്മുടെ ശകുന്തള ആകെ ഷോക്കായി നിൽക്കുവാണ്. അപ്പൊ അവളുടെ വളർത്തമ്മ ഈ കാര്യങ്ങളെല്ലാം നടന്നതാണ്, ഞങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്, ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ ശകുന്തളന്റെ കയ്യില് അങ്ങിട്ട് കൊടുത്ത ഈ മന്ത്രമോതിരം ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവളുടെ കൈ കാട്ടിക്കൊടുക്കുന്നു. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് അതൊരു വരുന്ന വഴി നായിക നദിയില് കൈ കഴുകിയപ്പോ അതേ ഒരു വീണു പോയിരുന്നു. അങ്ങനെ നദിയിൽ വീണുപോയ മോതിരം ഒരു മീൻ വിഴുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതെല്ലാം നമുക്കൊരു ഫ്ലാഷ് ബാക്കിൽ കാണിച്ചു തരുന്നു. എന്തായാലും ഇപ്പൊ മോതിരം മിസ്സായി. ആ മോതിരം ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ അദ്ദേഹത്തിന് ഓർമ്മ വന്നേനെ. എന്ന് എന്തു പറയാനാ, ഗതികേട് കൊണ്ട് ഇങ്ങനെല്ലാം സംഭവിച്ചു. അങ്ങനെ ഇപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട ദുഷ്യന്തൻ നിങ്ങളൊരു മോതിരത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെന്തെയും ചോദിക്കുന്നു. അപ്പൊ ഇന്ന പോലെ അത് നദിയിൽ മിസ്സായി എന്നുള്ള കാര്യം അവര് പറയുന്നു. കൊള്ളാം നിങ്ങളുടെ കെട്ടുകഥയെല്ലാം കൊള്ളാം, പക്ഷെ അതൊന്നും എന്റെ അടുത്ത് ഇറക്കാൻ നോക്കണ്ട. ഇങ്ങനെ ദുഷ്യന്തൻ പറയുന്ന അതേ സമയം തന്നെ ആ സഭയിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇവള് മനഃപൂർവ്വം രാജാവിന്റെ പേര് നശിപ്പിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കള്ളക്കഥയായിട്ട് വന്ന ഇവളെയും ഇവളുടെ ആൾക്കാരെയും വേണ്ട ശിക്ഷ കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പറയുന്നു. അങ്ങനെ സഭയിലുണ്ടായിരുന്ന കുറെ ആൾക്കാര് ഇവരെ ചീത്ത പറയോ അവിടുന്ന് ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇത് കാണുന്ന ദുഷ്യന്തൻ വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നുമില്ലേലും ഇവരൊരു സ്ത്രീയല്ലേ, ഇപ്പൊ ഒരു പ്രഗ്നന്റ് അല്ലേ, അതുകൊണ്ട് മാത്രം താൻ ഇവരെ വെറുതെ വിടുന്നു. സോ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ ദൂരെ എങ്ങോട്ടെങ്കിലും പൊക്കോണെന്നും പറഞ്ഞ് അങ്ങനെ ശകുന്തളനെ ആൾക്കാരെയും അയാൾ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ നായികയ്ക്കാണെങ്കിൽ പ്രഗ്നൻസി പെയിൻ വരുവാണ്. എന്ന് രാജാവിന്റെ മേൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി വന്ന സ്ത്രീ എന്നുള്ള രീതിയിൽ അവളുടെ ഈ ഒരു അവസ്ഥയിലും അവിടെയുള്ള ആരും അവളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇനി ഇവിടെ നിൽക്കലെന്നുള്ള രീതിയിൽ പാവം അവളെ എല്ലാരും തല്ലി ഓടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വേദന കൊണ്ട് അവൾ അവിടുന്ന് ഓടുവാണ്. അങ്ങേക്കുന്ന അതേ സമയം ആ നദിയിൽ നിന്ന് മീൻ പിടിക്കുന്ന കുറച്ച് മുക്കുവന്മാരെ കാണിക്കുന്നു. അവരുടെ വലയില് ആ മന്ത്രമോതിരം വിഴുങ്ങിയ ആ മീനില്ലേ അത് കുരുങ്ങുന്നു.
അങ്ങനെ ഇപ്പൊ മീൻ വെട്ടുന്ന സമയത്ത് ആ മന്ത്രമോതിരം കിട്ടുന്ന ആ മുക്കുവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ തട്ടാൻ എടുത്തുകൊണ്ടുവന്ന് വെക്കുവാണ്. ഇത് കാണുന്ന തട്ടാനും മനസ്സിലാവുന്നു ഇത് രാജാവിന്റെ കൈ കിടന്ന മന്ത്രമോതിരമാണെന്ന്. അങ്ങനെ അയാൾ അത് രാജാവിനെ ഏൽപ്പിക്കുന്നു, അതായത് ദുഷ്യന്തനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഇന്ന പോലെ മീൻ പിടിക്കാൻ പോയ മുക്കുമാർക്ക് മീന്റെ വയറ്റിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഇത് കിട്ടിയതും രാജാവിന് ശകുന്തളയോടൊപ്പം ഉണ്ടായിരുന്ന ആ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുന്നു. ഈ മോതിരം കിട്ടിയതും ആ മഹർഷിന്റെ ശാപം മാറിയല്ലോ. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നതും അയാൾക്കാണെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളിൽ ഒരുപാട് പശ്ചാത്താപവും കുറ്റബോധവും തോന്നുന്നു. താൻ അങ്ങോട്ട് ചെല്ലാത്തോണ്ട് ശകുന്തള തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിട്ടും ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും അതെല്ലാം കെട്ടുകഥയാണെന്നുള്ള രീതിയിൽ അവരെ വിശ്വസിക്കാതെയല്ലേ ഇവരവരെ ഓടിച്ചു വിട്ടത്. അങ്ങനെ ഇപ്പൊ സംഭവിച്ചു പോയ കാര്യങ്ങളിൽ ഒരുപാട് സങ്കടം തോന്നിയ രാജാവ് അന്ന് ഇവിടേക്ക് വന്ന് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ സ്ത്രീയില്ലേ ശകുന്തള ദേവി, അവരെവിടെയുണ്ടെങ്കിലും എത്രയും വേഗം അവരെ കണ്ടെത്താൻ പറഞ്ഞ് ഭടന്മാരെ എല്ലാം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. അങ്ങനെ ഭടന്മാരൊക്കെ രാജാവിന്റെ ആജ്ഞ പ്രകാരം ശകുന്തളനെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കണ്ടുകിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നു. ആ കാര്യം ആലോചിച്ച് ഒരുപാട് ഒരുക്കുന്നു. അന്നു മുതൽ രാജാവ് അവളെ അന്വേഷിച്ച് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം ഇതുപോലെ അദ്ദേഹം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ കുട്ടീനെ ഒരു സിംഹം ഓടിക്കുന്നതായിട്ട് രാജാവ് കാണുന്നത്. ആ സിംഹം ആ കുട്ടീനെ ആക്രമിക്കാൻ ചെല്ലുന്നതാണെന്ന് വിചാരിച്ച് ഈ സമയം രാജാവാണെങ്കിൽ അതിനെ അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ സിംഹം അതിൽ ഒഴിഞ്ഞു മാറുവാണ്. ഇതേ സമയം ആ കുട്ടി ആ സിംഹത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് രാജാവിനെ നോക്കി ആ കുട്ടി പറയുവാണ്, ഇതെന്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമായിരുന്നു, നിങ്ങൾ എന്തിനാ ഇവനെ അമ്പ് ചെയ്യാൻ ശ്രമിച്ചത്? ചെയ്ത തെറ്റിന് നിങ്ങൾ മാപ്പ് ചോദിക്കണം. ഇതേക്കുന്ന രാജാവ് കുട്ടീനെ ഇത് ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ചാണ് ഞാൻ അമ്പ് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ രാജാവ് എത്രയൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടി ഇതൊന്നും കണക്കിലാക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്, സോ അതിന് മാപ്പ് ചോദിച്ചേ പറ്റൂ. ഇങ്ങനെയെല്ലാം ഭയങ്കര ബോൾഡായിട്ട് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്ന സമയം അവന്റെ ആ ധൈര്യവും വീരത്വം എല്ലാം കണ്ട് നീ ആരാണ്, നിന്റെ അച്ഛൻ ആരാ, നിന്റെ അമ്മ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് നിങ്ങളോട് പറയണം, നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ. ഇങ്ങനെയല്ല ആ കുട്ടി ഈ സമയം നായകനോട് തിരിച്ചു ചോദിക്കുന്നു. ഈ സമയമാണ് അവിടേക്ക് ആ കുട്ടീനെ അന്വേഷിച്ച് ആ കുട്ടീന്റെ അമ്മ വരുന്നത്. ആ കുട്ടീന്റെ അമ്മ ആരാണെന്നറിയോ, മറ്റാരുമല്ല നമ്മുടെ ശകുന്തള ദേവിയായിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകനും നായികയും കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുവാണ്. ഈ സമയം രണ്ടുപേരെയും കണ്ണു നിറയുന്നു. അങ്ങനെ ഇപ്പൊ ശകുന്തളയെന്ന് ദുഷ്യന്തം വിളിക്കുന്ന സമയം അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ട് തന്റെ കുട്ടീനെ എടുത്ത് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അന്ന് ആ നാട്ടുകാരെല്ലാം ഓടിച്ച സമയത്ത് പ്രസവവേദനയായിട്ട് അവൾ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അന്ന് ആ വേദന കൊണ്ട് അവൾ അവിടുന്ന് ഓടി അവിടെ അടുത്തുള്ള ഒരു ഗുഹയിൽ പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ചാണ് അവൾ പ്രസവിക്കുന്നത്. ശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ അവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവളുടെ ആ സിറ്റുവേഷനിൽ അവളുടെ അവസ്ഥ കണ്ട് അവിടെയുള്ള ആൾക്കാർ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് ഈ കഴിഞ്ഞ ഇത്രയും നാളും അവൾ അവിടെ അങ്ങനെ താമസിച്ചു വരുമായിരുന്നു. അവിടെയുള്ള ഒരു മുനിയാണ് അവൾക്ക് അഭയം കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പൊ തന്റെ കുട്ടീനെ എടുത്ത് ശകുന്തള നേരെ അവിടേക്ക് വന്ന് ആശ്രമത്തിൽ കയറി കഥ കിടക്കുന്നു. ഈ സമയം അവിടേക്ക് ദുഷ്യന്തൻ ഓടി വന്ന് അവളോട് സംഭവിച്ചു പോയ കാര്യങ്ങൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. എന്നാവും പറയുന്നതൊന്നും കേൾക്കാൻ അവൾ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് അഭയം കൊടുത്ത ആ മുനിയില്ലേ, ആ മുനിനെ കണ്ട് ദുഷ്യന്തൻ ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ശകുന്തളന്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അന്ന് ആ മഹർഷി അങ്ങനെ ഒരു ശാപം കൊടുത്തുകൊണ്ടാണ് ദുഷ്യന്തൻ നിന്നെ മറന്നുപോയത്. ശരിക്കും അത് അവന്റെ തെറ്റുകൊണ്ടല്ല. ആ മന്ത്രമോതിരം തിരിച്ചു കിട്ടിയതിനു ശേഷം അവനെല്ലാം ഓർമ്മ വന്നു. അന്നു മുതൽ അവൻ നിന്നെ അന്വേഷിച്ച് നാടായ നാട് മുഴുവൻ നടക്കുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്ന സമയത്ത് നായകനോട് അവളുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണയെല്ലാം മാറുന്നു. ഈ സമയം ദുഷ്യന്തൻ അദ്ദേഹത്തിന്റെ മോതിരം കാട്ടിക്കൊടുക്കുവാണ്. അപ്പൊ നായിക അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഒരുമിക്കുന്നു. അതല്ല ശകുന്തള അവളുടെ കുട്ടീനോട് ദുഷ്യന്തനെ കാണിച്ചു കൊടുത്ത് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറയുന്നു. ശേഷം അന്ന് ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ വാക്ക് കൊടുത്ത രീതിയിൽ വേണ്ട മുറപ്രകാരം വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് ആർഭാടപൂർവ്വമായിട്ട് അവളെ അവൻ തന്റെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് സഭ വിളിച്ചുകൂട്ടി എല്ലാവരുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അന്ന് നായികയ്ക്കുണ്ടായ അപമാനമല്ല ദുഷ്യന്തൻ മാറ്റുവാണ്. അങ്ങനെ ഭാര്യനെയും മകനെയും സ്വീകരിച്ച് അവരുടെ കൂടെ ആ നാട് നോക്കി നടത്തി രാജാവായ ദുഷ്യന്തൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ മച്ചാമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. Then thank you so much for watching this video.